ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും വിവിധ സുരക്ഷാ ഏജൻസി മേധാവികളുമായും ചർച്ച ചെയ്തു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന ഡിജിപി ഐജി തലത്തിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പോലീസ് നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. നാളെയും ശ്രീ മോദി സമ്മേളനത്തിൽ പങ്കെടുക്കും. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെൻജൽ ചുഴലിക്കാറ്റ് പുതുച്ചേരിയിൽ തീരം തൊട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാറ്റും അതിതീവ്ര മഴയും തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രത നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചെന്നൈ വിമാനത്താവളം നാളെ പുലർച്ചെ 4 മണി വരെ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ ഫലമായി ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ, തിരുപ്പതി, അന്നമയ്യ, ചിറ്റൂർ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. വിശാഖപട്ടണത്ത് നിന്നുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഇൻഡിഗോ എയർലൈൻസ് ചെന്നൈയിലേക്കും തിരുപ്പതിയിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കി. കേരളത്തിലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള 7 ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കൻ കേരള തീരം, വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾ, കന്യാകുമാരി മേഖല തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനം വിലക്കി. പാമ്പുകടിയേൽക്കുന്നതും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും പ്രഖ്യാപിത രോഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാലുടൻ പൊതുജനാരോഗ്യ അധികൃതരെ അറിയിക്കേണ്ട രോഗമാണ് പ്രഖ്യാപിത രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത്. 2030ഓടെ പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ പൂർണ്ണമായും തടയുന്നതിനുള്ള ദേശീയ കർമ്മ പദ്ധതി മന്ത്രാലയം ആരംഭിച്ചതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനും രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ഫരീദാബാദിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ സുപ്രധാന ശക്തിയായി ഉയർന്നുവെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 5-ന് ആസാദ് മൈതാനിയിൽ നടക്കുമെന്ന് ബിജെപി ശിവസേന വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി മഹായുതി സഖ്യ നേതാക്കൾ മുംബൈയിലും ഡൽഹിയിലും യോഗങ്ങൾ സംഘടിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളാണ് പാലിച്ചതെന്നും കോൺഗ്രസ് പാർട്ടി ഉയർത്തിയ എല്ലാ നിയമപരമായ ആശങ്കകളും പരിശോധിക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതികൾ ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രതിനിധിയെ കമ്മീഷൻ ക്ഷണിച്ചു. ചർച്ചയ്ക്ക് ശേഷം രേഖാമൂലം മറുപടി നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള 6 പുതിയ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 11-ന് നടക്കും. ഗവർണർ CV ആനന്ദബോസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജി ചടങ്ങിൽ പങ്കെടുക്കും. INS വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫീറ്റ്, ഡ്രൈ ഡോക്കിംഗ് എന്നിവയ്ക്കായി കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി പ്രതിരോധ മന്ത്രാലയം 1200 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പിട്ടു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയെ പരിപാലനം, അറ്റകുറ്റപ്പണികൾ, ഇന്ത്യയുടെ വ്യാവസായിക ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന കേന്ദ്രം എന്നിവയാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതിയെന്ന് മന്ത്രാലയം അറിയിച്ചു. 2013 നവംബറിൽ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലാണ് INS വിക്രമാദിത്യ. ഇന്ത്യ സിംഗപ്പൂർ സായുധ സേനകളുടെ സംയുക്ത സൈനികാഭ്യാസം അഗ്നി വാരിയർ 2024 മഹാരാഷ്ട്രയിലെ ദേവ്ലാലിയിൽ ഇന്ന് സമാപിച്ചു. ഈ മാസം 28-നാണ് ഉഭയകക്ഷി സൈനികാഭ്യാസത്തിന്റെ 13ാമത് പതിപ്പ് ആരംഭിച്ചത്. സിംഗപ്പൂർ ആർട്ടിലറിയിൽ നിന്നുള്ള 182 പേരും ഇന്ത്യൻ കരസേനയുടെ ആർട്ടിലറി റെജിമെന്റിൽ നിന്നുള്ള 114 ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ ക്രമക്കേട് സംബന്ധിച്ച പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെയും ഇതിന് സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ലോക്സഭാ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി MP നാളെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ തുടങ്ങിയ ഇടങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വയനാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ശ്രീമതി പ്രിയങ്ക ഇന്ന് മുക്കത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി സന്നിഹിതനായിരുന്നു. കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതികളായ 5 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 1.25 കിലോയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന വ്യാപാരിയെ ആക്രമിച്ചാണ് കവർച്ച നടത്തിയത്. മോഷണത്തിന് ഉപയോഗിച്ച കാറുകളും കണ്ടെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.